ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈസി വേൾഡിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി കുറച്ച് സ്പെഷ്യലാണ് കേട്ടോ. നല്ല ചക്കക്കുരുവും ചെമ്മീനും ചേർത്ത് വരട്ടിയെടുത്തതാണ്. അപ്പോൾ ഇനി ചക്കക്കുരുവിൻ്റെ സീസണൊക്കെ വരാൻ പോവല്ലേ, അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചെമ്മീൻ്റെ ടേസ്റ്റും ചക്കക്കുരുവിൻ്റെ ടേസ്റ്റും ഒക്കെ ചേർന്ന് നല്ലൊരു അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും തീർച്ചയായിട്ടും ഇത് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് കടക്കാം. നമുക്ക് നമ്മുടെ റെസിപ്പി ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ചക്കക്കുരു ആവശ്യമായിട്ടുണ്ട്. ഞാനിപ്പോൾ ചക്കക്കുരു നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതുപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ചക്കക്കുരുവൊക്കെ. ഇനി നമുക്കിതൊരു കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അല്പം മഞ്ഞൾ പൊടിയും ഉപ്പും ചേർത്ത് അല്പം വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒത്തിരി അടിഞ്ഞു പോകുന്ന രീതിയിൽ വേവിച്ചെടുക്കേണ്ട, നമുക്കൊന്ന് അല്പം വെന്ത് കിട്ടിയാൽ മതിയാവും. ഞാനൊരു 2 വിസിലിനാണ് ഇത് വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിലേക്ക് വെള്ളവും അല്പം മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് കൊടുക്കാം. ഈ ഒരു ടൈമിൽ നമുക്കൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നമുക്കതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലൊക്കെ കുറച്ചധികം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറി നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 3/4 കിലോ ചെമ്മീനും ഒരു 2 കപ്പ് ചക്കക്കുരുവാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1.5 ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അതായത് ഒരു വലിയ ഉള്ളിയും ഒരു വലിയ ഉള്ളിയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കറിവേപ്പിലയും ചേർത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി കൂടെ ചേർത്ത് കൊടുക്കാം. ഉള്ളി ചേർത്ത് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ അല്പം ഉപ്പ് കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നമ്മൾ ഉപ്പ് ചേർത്ത് വഴറ്റിയെടുക്കുമ്പോൾ നമ്മുടെ ഉള്ളി വളരെ പെട്ടെന്ന് തന്നെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പം അതിനാണ് എപ്പോഴും നമ്മൾ ഉള്ളിയിൽ ഉപ്പ് ചേർത്ത് വഴറ്റിയെടുക്കാൻ പറയുന്നത്. ഇനി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. നമ്മൾ നന്നായിട്ട് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചക്കക്കുരുവും ചെമ്മീനും ഒക്കെ ചിലവർക്ക് ഗ്യാസ് ട്രബിൾ ഉണ്ടാക്കുന്ന ഭക്ഷണ സാധനങ്ങളാണ്. അപ്പോൾ നമ്മൾ നന്നായിട്ട് വെളുത്തുള്ളി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നും നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളി അരിഞ്ഞു വെച്ചതാണ്. ഞാനിവിടെ ഏകദേശം ഒരു 2 ചെറിയ തക്കാളിയാണ് അരിഞ്ഞു വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് പുളിപ്പ് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ 2 വലിയ തക്കാളിയൊക്കെ എടുക്കാം കേട്ടോ. അല്ലെങ്കിൽ 3 ചെറിയ തക്കാളി ആയാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മളിത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇതേ രീതിയിൽ നമ്മൾ ചക്കക്കുരു ചേർക്കാതെ, നമ്മുടെ കയ്യിൽ ഇപ്പോൾ ചക്കക്കുരു ഇല്ലയെന്ന് വെച്ചാൽ നമുക്ക് ചക്കക്കുരു ചേർക്കാതെ തന്നെ ചെമ്മീൻ മാത്രം ചേർത്തിട്ട് നല്ല ചെമ്മീൻ വരട്ടിയത് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരെല്ലാം ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. നമ്മളിതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ കഴുകി വെച്ചിരിക്കുന്ന ചെമ്മീനാണ്. ചെമ്മീൻ നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വലിയ സൈസിലുള്ള ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. ചെറിയ വലുപ്പത്തിലുള്ള ചെമ്മീൻ എടുത്തു കഴിഞ്ഞാൽ ഈ വലിയ ചെമ്മീനേക്കാൾ നല്ല സ്വാദുണ്ടാവും. അപ്പോൾ എനിക്കിപ്പോൾ ഇത് കിട്ടിയത് കൊണ്ടാണ് ഞാനിത് വെച്ചിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ചെമ്മീനായാലും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. എന്താണെന്ന് വെച്ചാൽ ചെമ്മീനിൽ നിന്നൊക്കെ വെള്ളം വന്നിട്ട് നമ്മുടെ ഗ്രേവി കുറച്ചുകൂടെ ലൂസായി കിട്ടും നമുക്ക്. അപ്പോൾ നമ്മൾ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചക്കക്കുരു ആണ്. അപ്പോൾ ചക്കക്കുരു ചേർത്ത് കൊടുക്കുമ്പോഴും നമുക്ക് ചക്കക്കുരു വേവിച്ച് വെച്ച ചക്കക്കുരുവിൽ അല്പം വെള്ളമുണ്ട്. ഇപ്പോൾ നമ്മൾ തൊട്ടടുത്ത അടുപ്പിൽ ചക്കക്കുരുവൊക്കെ വേവിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 2 വിസിലാണ് നമ്മൾ ചക്കക്കുരു വേവിച്ച് വെച്ചിട്ടുള്ളത്. നമുക്കിതിലേക്ക് അത് ചേർത്ത് കൊടുക്കാം. നമുക്ക് നമ്മുടെ ചക്കക്കുരു ചെമ്മീൻ വരട്ടിയത് അല്പം ഗ്രേവിയോടുകൂടി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് അല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് വേവിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ വലിയ ചെമ്മീൻ കൂടെ ആയതുകൊണ്ട് നമ്മൾ അല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചെറിയ ചെമ്മീനാണെങ്കിൽ ഒത്തിരി അധികം വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അത് തന്നെ കുക്കായി കിട്ടിക്കോളും. അപ്പോൾ നമുക്കിത് നന്നായിട്ട് ഇനിയൊന്ന് വെള്ളമൊക്കെ വറ്റിച്ചെടുക്കണം. ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രേവി ആവശ്യമുണ്ടെങ്കിൽ വെള്ളമൊക്കെ ഒത്തിരി അധികം വറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല. നമുക്കിത് മാത്രം വച്ചിട്ട് ചോറൊക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ്. ചോറിനൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് ഇത് മാത്രം വെച്ച് നമുക്ക് കഴിക്കാനായിട്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മുളക് പൊടിയാണ്. ഇതൊന്ന് നന്നായിട്ട് മിക്സായി വരട്ടെ. അപ്പോൾ നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 2.5 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സാധാരണ കാശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ടാണ് ഇത്രയധികം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നല്ലൊരു കളറും അത്യാവശ്യത്തിന് എരിവും കിട്ടും. ഞാൻ നല്ല രീതിയിൽ പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊക്കെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് വറ്റിച്ചെടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിലുള്ള ചക്കക്കുരുവൊക്കെ മെല്ലെ ഒന്ന് ഉടച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ.
ചക്കക്കുരുവൊക്കെ കഴിക്കാൻ മടിക്കുന്ന കുട്ടികളെ വരെ നമുക്ക് ഈ ചെമ്മീനൊക്കെ ചേർത്ത് ചെമ്മീൻ ഫ്രൈ കാണിച്ചിട്ട് പറ്റിച്ചിട്ട് ചക്കക്കുരുവൊക്കെ കഴിക്കാൻ സാധിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ എങ്ങനെയാണ് എല്ലാ ഭക്ഷണവും കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ പല രീതിയൊക്കെ ട്രൈ ചെയ്യില്ലേ. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ ഇത്തരത്തിലാണ് ചക്കക്കുരു കഴിപ്പിക്കാറ് കേട്ടോ. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പാകത്തിനാണ് നമ്മളിത് വരട്ടിയെടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് അവസാനമായിട്ട് അല്പം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചക്കക്കുരു ചെമ്മീൻ വരട്ടിയത് റെഡിയായി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. കാണുമ്പോൾ തന്നെ എല്ലാവർക്കും കഴിക്കാൻ തോന്നുന്നില്ലേ? അത്രയ്ക്ക് നല്ല കാണാനും നല്ല ഭംഗിയാണ്. ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയും പുട്ടിൻ്റെ കൂടെയൊക്കെ നല്ല സ്വാദാണ് കേട്ടോ ഇത്. ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുകയും വേണം. അപ്പോൾ ഇതുപോലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസിനായി പുതുതായിട്ട് കാണുന്ന എല്ലാവരും ഒന്ന് ഈസി വേൾഡ് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.